നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോ കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പഴയ റൊട്ടീനിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്, ഹസ്ബൻഡിൻ്റെ വീട് ആലപ്പുഴയാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു 2 ആഴ്ച. അവിടുന്ന് തിരിച്ച് വന്നു. അപ്പോൾ എൻ്റെ റൊട്ടീൻ പോലുള്ള ഒരു ഡെയിലി റൊട്ടീൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുള്ള എൻ്റെ കുറച്ച് ജോലികളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് വെള്ളത്തിൽ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ രീതിക്ക് വയ്ക്കുന്ന ചിക്കൻ കറിയാണ്. എപ്പോഴും ചിക്കൻ കറി ഒരേ രീതിക്ക് വെക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, പറയുന്ന എനിക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫുൾ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നതും അതൊക്കെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന റെസിപ്പി തന്നെയാണ് ചിക്കൻ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇടുന്ന ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കറിക്ക് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ്സും കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇതാ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി വയ്ക്കാനുള്ള പണിയെല്ലാം നടത്തി ചിക്കൻ കറിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അടുപ്പത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ കുറച്ച് വെള്ളവും അതിനകത്തേക്ക് മഞ്ഞളിട്ടിട്ട് വിനിഗർ ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഒഴിച്ചാൽ നന്നായിരിക്കും കേട്ടോ. വിനിഗർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനിഗർ ഒഴിക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ മുന്തിരി, പച്ചമുന്തിരിയാണ് കേട്ടോ മേടിച്ചത്, കുരുവില്ലാത്ത മുന്തിരി, അത് ഞാനിങ്ങനെ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടുതൽ സമയം ഇരുന്നാലും നല്ലതായിരിക്കും. അതിൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോവും. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ്. എന്നിട്ട് അത് ഞാൻ അവിടെ മാറ്റി വയ്ക്കും, കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. ഞാനിത് ഉച്ച സമയത്ത് എടുത്ത് വെച്ചിട്ട് വൈകിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഒന്ന് വാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലത്തേക്ക് വെച്ചത്. അപ്പോൾ അതുവരെ അത് ആ മഞ്ഞൾ വെള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചങ്ങനാശ്ശേരി ചന്തയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചപ്പം കുറച്ചധികം കറിവേപ്പില നമുക്ക് കിട്ടി. നമ്മളിങ്ങനെ ഹോൾസെയിലായിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കുന്ന കടയില്ലേ, അവിടെയാണ് കേട്ടോ പോകുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലാഭത്തിന് നമുക്ക് കിട്ടും. കുറച്ചൊന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ, വണ്ടി ഓടിച്ച് പോകണമെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് ലാഭത്തിന് കിട്ടും. അപ്പോൾ കുറച്ചധികം കറിവേപ്പില കിട്ടി. അതെല്ലാം ഞാൻ ഒന്ന് കഴുകി അതൊന്ന് നമ്മുടെ ആ തണ്ടോട് കൂടി ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കെട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നാൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇത്രയും നമുക്ക് വാടാതെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അധികം നാളൊന്നും ഇരിക്കില്ല. പക്ഷേ മാക്സിമം ഇരിക്കും, അത് കുറച്ച് നാൾ അതങ്ങനെ തന്നെ വാടാതെ ഇരിക്കും. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് എൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് തണ്ണിമത്തനുണ്ടായിരുന്നു. തണ്ണിമത്തൻ അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പുറത്ത് വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഫുൾ ടൈം ഇങ്ങനെ അകത്തിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ കിച്ചണിൻ്റെ സൈഡിൽ സ്റ്റെപ്പിൽ വന്നിങ്ങനെ ഇരിക്കും. ചായ കുടിക്കുമ്പോഴൊക്കെ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എല്ലാം തുടയ്ക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഇത് ക്ലീൻ ആയിരുന്നു. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ അന്ന് അവിടെ തുടച്ചിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ട് തുണികൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടെറസിലേക്ക് പോയതാണ്. മഴ പെയ്താലും നമ്മുടെ ടെറസിൽ നനയില്ല, മുകളിൽ ഷീറ്റ് ഇട്ടതുകൊണ്ട്. അപ്പോൾ തുണി അവിടെ തന്നെ ഇട്ട് ഉണക്കിയെടുക്കും. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് വൈകിട്ട് ഞാനൊരു കട്ടൻ ചായയും ബ്രൗണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എലൈറ്റിൻ്റെ ബ്രൗണി ആയിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് കുറച്ച് നേരം ടെറസിൽ പോയിരുന്ന് കണിക്കൊന്നയൊക്കെ പൊട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം ടെറസിൽ പോയി അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.